പാലത്തില്ല മുട്ട പൈക്ക പോകും. ഒട്ടകപശിയുടെ അതെ ഒട്ടകപശിനെ കണ്ടുക്കണോ? ദാശ വിളിച്ചോക്ക് പ്രാവിനെ വിളിച്ചോക്ക്. അതേ ഇപ്പൊ കഷ്ടപ്പാടാണ്. ഏകദേശം ഇത്ര വലിപ്പം വന്നിട്ടേ ഇപ്പൊ നമ്മളെ പ്രാവുകൾ ഇപ്പൊ 2 ദിവസമായിട്ട് കൂട്ടിക്ക് കയറുന്നില്ല. കൂട്ടുകാരെ പൂച്ച വന്നിട്ട് പേടിച്ചിക്കാന്നാ തോന്നുന്നത്. ഇന്നലെ ഇപ്പൊ രാവിലെ ഒന്ന് വന്നിട്ട് ഇവര് തീറ്റ കൊടുത്തിട്ട് മേലേക്ക് പാറിപ്പോയതാ. ഇപ്പൊ തീറ്റ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവർക്ക് ഇപ്പൊ ബെരനെ കൊടുത്തിട്ട് വേണം. ഇനിയിപ്പോ എന്തായാലും പില്ലറ് മേടിക്കണ്ടായിരുന്നാ തോന്നണേ. തീറ്റ കൊടുക്കേണ്ട ആൾക്കാരപ്പൊ ഈ നിക്കണത്. ഓർക്ക് തന്നെ ഇപ്പൊ നമ്മൾ തീറ്റ കൊടുത്തിട്ട് വേണം. അപ്പോ എന്തായാലും ഇതിന് പോകാൻ വഴികൾ ഉണ്ടെച്ചെങ്കിൽ എല്ലാരും ഒന്ന് പറഞ്ഞു തരേ. എന്തായാലും ഇപ്പൊ ഇവര് കരഞ്ഞിട്ടും കനത്തതിന്റെ മേലെയാണ്, നമ്മളെ വീടിന്റെ മേലെയാണ് പ്രാവുകൾ നിന്നതാണ്. ഇപ്പൊ അവരെ കാണാനുമില്ല. ഒരു പാറി നടക്കണ്ടെന്നാ തോന്നുന്നത്. പ്രാവിനെ തെരഞ്ഞെട നടക്കുന്ന ഒരാളാണ് ഇപ്പൊ നിൽക്കുന്നത്. അല്ലേ ഒരു നേരം നമ്മളിതേപോലെ വൈകുന്നേരത്തൊന്നും ഇവിടെ ഉണ്ടായില്ല. അത് കാരണത്താല് പൂച്ച വന്നിക്കാന്ന് തോന്നുന്നു. കാരണം പ്രാവുകള് ഒരിക്കലും താഴത്തേക്ക് ഇറങ്ങണ്ട. തീറ്റൊക്കെ സാധാരണ പോലെ വെച്ചു കൊടുത്തു. ഇനി തീറ്റ പുറത്താഴ്ത്തുന്ന പേര് എന്തെങ്കിലും കൊത്തി പെറുക്കി തിന്നാലോ വെച്ചിട്ട് അപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇതിപ്പോ തീനയാണ് തീന. അതിന്റെ വായിച്ചിട്ടാണ് പറയുന്നത്. നമ്മളെ പ്രാവുകളെ അപ്പൊ പ്രാവുകൾ ഇവരെ സൗണ്ട് കേട്ടപ്പോളേ വന്നിട്ടുണ്ട്. അവര് താഴത്തേക്ക് ഇറങ്ങണ കാണാനല്ല, ഇറങ്ങുന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ ഇവരെ കരയിപ്പിക്കണമൊക്കെ നമ്മള്. അപ്പൊ നമ്മളെ പ്രാവുകൾ ഏകദേശമൊക്കെ താഴത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, തീറ്റ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മളെ കുട്ടികളെ ആക്കിയിട്ടുണ്ട്. തീറ്റ കൊടുക്കുമ്പോൾ ഒരു പ്രതീക്ഷയിലാണ്. ഉണ്ടോ, താഴത്തേക്ക് ഇറങ്ങാനുള്ളൊരു സെറ്റാണ്. അവിടെയാണ് നമ്മൾ തീറ്റ സാധാരണ ഇട്ട് കൊടുക്കല്. ഇപ്പോൾ ഉണ്ടോ, ഇതിൽ തീറ്റയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പേടി ഇപ്പോഴും തീർന്നില്ല. അന്നേരം ഒറ്റൊന്നും ആവരുത് കേട്ടോ, പോയത് കേട്ടോ. മറ്റേ പേടിച്ച് എങ്ങനെയാണ് താഴത്തേക്ക് ഇറങ്ങിയിട്ട് തീറ്റ കൊടുത്ത് കഴിഞ്ഞാൽ കഴിച്ചിലായി. കാരണം കുട്ടികൾക്ക് നമ്മൾ തീറ്റ കൊടുക്കാനേ നമ്മളെ കൊണ്ട് നടക്കണില്ല. ജീവനല്ലേ, 2-3 ജീവന്, 2 ജീവൻ. താഴത്തേക്കൊന്ന് ചാടി കിട്ടിയാൽ മതി. കാരണം പൂച്ച വന്നിട്ടാണ്, അതിൻ്റെ പേടിച്ചിട്ടാണ്. എല്ലാം ഒന്നുമല്ല, അത്രയും പേടിച്ചിട്ടാണ് നമ്മൾ നിൽക്കുക. കാരണം നന്നായിട്ട് തന്നെ താഴത്തു കൂടെ ഇറങ്ങി തിന്നാവുന്ന സാധനങ്ങളാണ്. ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായി. വെയിറ്റിംഗാണ്. ദാശൊക്കെ പ്രാവുകൾ വരണം കാത്തിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. സ്കൂൾക്ക് പോകേണ്ട നേരമായി. ഇന്നിപ്പോൾ മഴ അല്ല, രാവിലെ മഴ കാണാനല്ല. നമ്മളാമിറൊക്കെ ഉണ്ടോ, സങ്കടത്തിലാണ്, ഫീലിങ്ങിലാണ്. ഓൻ്റെയാണ് പ്രാവേ. ദാശു അങ്ങോട്ട് പോ.
കൂട്ടുകടട്ടൊക്കെ പതുക്കെ ഇല്ല പൊടിക്ക് തെക്കരാക്കഞ്ഞ് പാര്യം ദാശോ ഇപ്പൊ അടിപൊളിയായിട്ട് നിങ്ങളെ കയ്യത്തെ തീറ്റ അവിടെ വെക്കും ഇവിടെ മറ്റേ കൈ കൊണ്ട് പിടിച്ചോട് ചെയ്യും എന്തായാലും രക്ഷപ്പെട്ട് കള്ളനെയും തന്തനെയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി 4 ദിവസം കൂട്ടിലിട്ടിട്ട് നമ്മളെ തീറ്റ കൊടുക്കാൻ വെച്ചിട്ടാണ്, എന്നിട്ടാണ് നമ്മൾ വിടുന്നത്. എന്നാലും അവര് കുട്ടികളൊന്ന് രക്ഷപ്പെട്ട് കിട്ടുള്ളൂ. പോരാ എടുക്കാട്ടോ, നമ്മ മയിലിന്റെ മുട്ട എന്തായി നോക്കണ്ടേ? അതിന് പോവാട്ടോ. ഏതായാലേ നമ്മളന്നേ ഇപ്പൊ പൂള പറഞ്ഞായിരുന്നു. ആ പൂള എന്തായി കൂടി നോക്കിയേക്കാം നമുക്ക്. ഇവിടെ അങ്ങനെ ജീവിച്ചോ. ഇതൊന്നുമില്ല കേട്ടോ, കൊല്ലത്തരിന്നൊക്കെ പറഞ്ഞിട്ട് പാലത്തില്ല മുട്ട പൈക്കാൻ പോകും. മുട്ട എടുക്കാൻ പോകാന്നാ എന്നാക്കാമോ? ഇവിടെ ഉണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇപ്പൊ കുറച്ച് സാധനം വെച്ചിട്ടുള്ളത്. കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി അങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ക്യാപ്സിക്കം. ഈ ഒരു ഭാഗത്ത് ഇവിടെ നമ്മൾ കുറച്ച് ക്യാപ്സിക്കം വെച്ചിട്ടുണ്ട്. നല്ല കുരുടിപ്പ് വരുന്നുണ്ട്. മരുന്നുകൾ അടിച്ചേ തീരും. മഴ പെയ്തപ്പോഴേ നമ്മളൊന്ന് പിന്നിലായില്ലേ. അതിൻ്റെ ഒരു 1-2 ആഴ്ച മുന്നേ മരുന്ന് അടിച്ചത്. പിന്നെ മഴയും കൂടി ആയപ്പോൾ പറ്റേ ഇനി എന്തായാലും ഒന്നേന്ന് എണ്ണീറ്റ് വരണം. തലക്കൊക്കെ എത്തിയിട്ടില്ലേ? നിക്കടാ ോ ഇതിവിടെ ഇറക്കി ചളിയാണ് കേട്ടോ, നല്ല ചളിയുണ്ട്. നമുക്കെന്തായാലും പോയേക്കോ. അപ്പോഴേ നമ്മുടെ കണ്ടങ്ങളിലൊന്നും നമ്മളതല്ല, കണ്ടത്തിൽ നിന്നും വെള്ളമൊന്നും താന്നിട്ടില്ല. അപ്പോൾ അതവിടെ തന്നെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഈ മുതൽ ഇവിടെ ഉണ്ട് കേട്ടോ. ദാശിനെ പൊന്തിന് നിർത്തട്ടെ, നിൽക്കുവോ? ഇതെന്താണ്? ഒട്ടകപശിയുടെ? അതെ, ഒട്ടകപശിനെ കണ്ടുക്കണോ? അതെ, ഒട്ടകപശി എവിടുന്ന കണ്ടുക്കണ്? അവിടുന്നോ? എടാ അന്ന് നമ്മള് പോയത് യമുനയല്ലേ കണ്ടത്. യമു അല്ലേ കണ്ടത്? അത് ഒട്ടകപശിയല്ലേ? ഒട്ടകപശി വേറെയാണ്, യമു വേറെയാണ്, മയില് വേറെയാണ് അല്ലേ? പീക്കോക്കാണ്.
ശരി വേഗം എന്തായാലും ആ ഇനി കഴിഞ്ഞിട്ട് വേണ്ട പോരെ പോരെ തന്നെ പണികളുണ്ട് ഇങ്ങോട്ട് പോയാ എന്നാ വരുന്നു അപ്പൊ എന്തായാലും അതൊക്കെ പോവാം. ആ എന്തായാലും അപ്പൊ ഏതായാലും കുറച്ചേ വെള്ളമൊക്കെ തോർന്നിട്ടുണ്ടോ മണ്ണൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും നമ്മളേ കോഴികൾക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിക്ക് വെച്ചിട്ട് നമുക്ക് നേരെ ഓടിച്ചാ അപ്പൊ അവർക്ക് പോവട്ടെ. ആ ഓക്കെ എന്നാ അപ്പൊ ഒന്ന് കൈ പിടിച്ച് നടക്ക് അതിനപ്പുറം അതായിരിക്കുന്നു. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ വിളിക്കാം. ഇതണ്ട കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി വീഡിയോസ് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ.